അതൊക്കെ ഒഴുകി കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും കൂടി നേരെ ക്ഷേത്രത്തിലേക്ക് വെച്ച് പിടിച്ചു കേട്ടോ. നടന്ന് ചെല്ലുമ്പോൾ തന്നെ ദീപാരാധനയുടെ സമയമായിരുന്നു. അപ്പോൾ കർപ്പൂരത്തിൻ്റെ മണവും ചെണ്ടയുടെ ശബ്ദവും അതുപോലെ മണിയടിക്കുകയും ശംഖിൻ്റെയൊക്കെ ആ ഒരു വൈബുണ്ടല്ലോ, അയ്യോ ഒന്നും പറയാനില്ല. എനിക്ക് പൊതുവേ ക്ഷേത്രങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ക്ഷേത്രത്തിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ദീപാരാധനയൊക്കെ തൊഴുതിറങ്ങി നമ്മൾ ക്ഷേത്രത്തിന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കുമാണ് ഞാൻ ഒരാളുടെ പ്രത്യേകതരം കഴിവ് മനസ്സിലാക്കിയത്. ഒരു സാധു ജീവി അവിടെ കിടക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ആൾക്ക് സഹിക്കുന്നില്ല, നേരെ പോയി വീഡിയോ എടുത്തു, വേറെ ഒന്നും ചെയ്തില്ല. അപ്പോൾ ആ വീഡിയോഗ്രാഫറിനെ, ആ വൈൽഡ് ലൈഫ് വീഡിയോഗ്രാഫറിനെ നിങ്ങൾ മനസ്സിലാക്കണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചന്ദനമൊക്കെ തൊടാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴത്തേക്കുമാണ് അവിടെ ഒരു മിററും അതുപോലെ ഇങ്ങനെ ബൗളൊക്കെ ആയിട്ട് പണിത് വെച്ചിരുന്നത്. അതെന്തായാലും എനിക്കിഷ്ടമായി സംഭവം. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെന്തോ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ തോന്നി. പിന്നെ ഒരു പാട്ടൊക്കെ പാടി